لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ألهمنا مراشد أمورنا. പരമകാരുണ്യകനും കരുണാനിധിയും അജയ്യനും പ്രതാപിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മക്കാൻ അനുഗ്രഹീതമായ അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ റബ്ബ് നമുക്ക് ഒരുക്കി നൽകിയ പരിശുദ്ധ പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടെയുള്ള പുണ്യ ഇബാദത്തുകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഇരുത്തം അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. നാം ഇതുവരെ പരിശുദ്ധമായ സയ്യിദുൽ അയ്യാമിലേക്ക് ചേർന്നു വരുന്ന വ്യാഴാഴ്ച ആ പുണ്യമായ രാവ് മുതൽ ഇതുവരെ നമ്മൾ ചെയ്ത ഇബാദത്തുകളെല്ലാം അല്ലാഹു സ്വീകരിച്ചു മിസ്ല സവാബ് നമ്മുടെ പ്രിയപ്പെട്ട മുന്നോറുകളുടെ ഖബറിടങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് നൽകി സന്തോഷിപ്പിക്കട്ടെ. നന്മകളുടെ സവാബ് കൊണ്ട് അല്ലാഹു നമുക്ക് ഇരുലോക വിജയം നസീബാക്കുമാറാകട്ടെ. ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ധാരാളം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമുക്ക് നമ്മുടെ കുടുംബാദികളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ അല്ലാഹു എല്ലാവർക്കും ആജിലായ മുസ്തമിറായ ശിഫാഅ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് അല്ലാഹു അനുഗ്രഹിച്ച് നൽകിയ മഈശത്തിന്റെ വഴികൾ, പലവിധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടവർ, കച്ചവടങ്ങളിലും ഹോട്ടൽ ജോലികളിലും വാഹനമോടിക്കലും പാചകവും മറ്റും ധാരാളം വിവിധങ്ങളായ മഈശത്തിന്റെ വഴികൾ, കൃഷികളും മൃഗങ്ങളെയൊക്കെ പോറ്റി പരിപാലിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ ജീവിക്കുന്നവരും ഓഫീസ് വർക്ക് ചെയ്യുന്നവരും വിവിധങ്ങളായ ഹലാലായ അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് ധാരാളം നന്മയായ മഈശത്തിന്റെ വഴികൾ തുറന്നു നൽകിയിട്ടുണ്ട്. ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു അതിൽ സമ്പത്ത് പ്രദാനം ചെയ്യട്ടെ, ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ പരമ്പരകളെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാമായ പൊന്നാര ഫലസ്തീൻ മക്കൾ, പ്രിയപ്പെട്ട ഖുദ്സിന്റെ മോചകരായി കഠിനാധ്വാനം ചെയ്യുന്ന ധർമ്മസമരത്തിനായി ഇറങ്ങി പുറപ്പെട്ട നമ്മുടെ പൊന്നോമന മക്കൾ, അല്ലാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ അല്ലാഹു ഉയർത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ശത്രുക്കളെ അല്ലാഹു ഒതുക്കുമാറാകട്ടെ. നാഥനായ തമ്പുരാൻ പരലോകത്തിൽ വലിയ ശുഹദാക്കളുടെ സ്ഥാനം ആ മഹത്തുക്കൾക്ക് അല്ലാഹു നസീബാക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ എല്ലാം ബറക്കത്തുകൊണ്ട് നമുക്ക് അല്ലാഹു ഈമാനിക കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഫളീലത്തായ മാസം വിട പറയാൻ ഒരുങ്ങുമ്പോൾ 1500ാമത് ജന്മദിനം ആ ഒരു പഴയകാല വർഷങ്ങളിലേക്ക് ഓർമ്മ വിടുമ്പോൾ, അവിടുന്ന് വഫാത്തായ ആ സമയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ജനിച്ച സമയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വരവിനെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞത് പ്രകാശം പൊഴിച്ചുകൊണ്ടുള്ളൊരു വരവായിരുന്നു എന്ന്, അവിടുത്തെ വഫാത്തിനെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടപറച്ചിലിനെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞത് ലോകം ഇരുളിൽ പെട്ടുപോയതുപോലെ, പലരും മുർത്തദ്ദായി ദീനിൽ നിന്ന് പുറത്തുപോയി, കുഴഞ്ഞു വീണുപോയി, കരഞ്ഞു തളർന്നുപോയി, ജീവജാലങ്ങൾ പരശതം ജീവജാലങ്ങൾ പ്രകൃതി തന്നെ അണഞ്ഞുപോയതുപോലെ ഒരു വേദനിപ്പിക്കുന്ന അവസ്ഥ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, ഞാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പൂർത്തിയാക്കി നൽകിയിട്ടാണ് നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. പാതി വഴിയിൽ ഉപേക്ഷിച്ചൊരു പോക്കല്ല. നിങ്ങളെ യഥാർത്ഥ സൽസരണിയുടെ ഗ്രന്ഥം നിങ്ങളിൽ നൽകി, അതിൻ്റെ രൂപം, ശരിയായ രൂപം, അതനുസരിച്ച് ആ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അനുസരിച്ച് വേൾഡ് കാറ്റലോഗ്, ഏറ്റവും അനുഗ്രഹീത ഗ്രന്ഥം, സൽസരണിയുടെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, എൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അതനുസരിച്ച് നിങ്ങൾ നിലകൊള്ളണം. അത് നിങ്ങളിലേക്ക് നൽകിയിട്ടാണ് എൻ്റെ മടക്കം. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ അത് നിങ്ങൾക്ക് പുണ്യമാണ്.
വളരെ ചുരുങ്ങിയ സമയമാണ്. ശ്രദ്ധയോടെ എൻ്റെ മുഅ്മിനീങ്ങൾ കേൾക്കണം, ഞാനും കേൾക്കണം. നമ്മളെല്ലാവരും ഈ ചെറിയ നസീഹത്തിൽ നിന്ന് കിട്ടുന്ന തിരുനബിതങ്ങളുടെ ഉപദേശം സ്വീകരിക്കണം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആ ഖുർആൻ ഷരീഫിനെ കുറിച്ച് പറഞ്ഞത് അത് പുണ്യമാണ്. ഓതുന്നിടത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വന്നണയും. ഖുർആൻ പുണ്യത്തിന് വേണ്ടി മാത്രം നൽകിയതല്ല എന്ന് പറഞ്ഞ് ഖുർആൻ ഓത്ത് തന്നെ കുറഞ്ഞുപോയി. ആ പരിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർക്കാൻ തന്നെ മറന്നുപോയി ഞാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ. ഖുർആൻ പുണ്യമിനുള്ള ഗ്രന്ഥം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പുണ്യം കിട്ടുന്ന ഗ്രന്ഥമാണ്. ഓതിയാൽ പുണ്യം കിട്ടുന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നുപോയി ജീവിതം ഖുർആനാക്കേണ്ടവരുമാണ് നമ്മൾ. ഓതിയാൽ പുണ്യം കിട്ടാതെ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സുബഹിന്റെ സമയം മുതൽ അല്ലാഹുവിന്റെ പള്ളിയിൽ പുണ്യം കിട്ടി ആ ഖുർആന്റെ അസർ അത് ജീവിതത്തിൽ പ്രതിഫലനമുണ്ടാകാൻ ധാരാളം ഖുർആൻ ഓതുന്നത്. ചോദിക്കണം, ആ ഓതുന്ന ഖത്തും തീർത്ത സഹോദരങ്ങളോട്, ഉമ്മമാരോട് ചോദിക്കണം, അതിന്റെ മുഴുവൻ തഫ്സീറുകളും നിങ്ങൾക്ക് അറിയുമോ എന്ന്. അവർക്ക് അറിയില്ല. അതിന്റെ മുഴുവൻ അർത്ഥ തലങ്ങളും നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിയില്ല. പിന്നെന്തിന് ഉമ്മ നിങ്ങൾ കരഞ്ഞു എന്ന്, പിന്നെന്തിന് ഇക്കാ സഹോദര നീ പള്ളിയിലെന്ന് ഓതിയപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്ന്. അത് ഖുർആന്റെ ഒരു അമാനുഷികതയാണ്. അത് വല്ലാത്ത ഒരു കൗതുകമാണ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ തന്നെ ഞാൻ കരഞ്ഞു പോകുന്നു. എല്ലാം അർത്ഥം ഗ്രഹിച്ച് ഓതിയത് കൊണ്ടല്ല. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ധാരാളം ബറക്കത്തിറങ്ങും. റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ വരും. അർത്ഥം ചിന്തിച്ച് ഓതുമ്പോൾ വീണ്ടും പ്രതിഫലം കൂടും. നിന്റെ ഹൃദയത്തിൽ അത് മാറ്റങ്ങൾ ശ്രദ്ധിക്കും. പിന്നീട് നീ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി പുണ്യം നേടാനുള്ളതുമാണ്. നിന്റെ ജീവിതത്തിൽ അസറുണ്ടാക്കാനുള്ളതുമാണ്. ചൊല്ലിയാൽ പുണ്യം കിട്ടും. ഇല്ലെങ്കിൽ ആ ഹദീസൊക്കെ മറക്കേണ്ടി വരും. ആ ഹദീസ് എല്ലാം മാറ്റിവെക്കേണ്ടി വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പുണ്യമുള്ളതാണ്. ചൊല്ലുമ്പോൾ പുണ്യം ലഭിക്കും. ആ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഹൃദയത്തിൽ ഇറങ്ങുകയും വേണം. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മഅ്ബൂദുൽ ഹഖ് റബ്ബാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ നീ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. ചൊല്ലുമ്പോൾ അതിൽ പുണ്യം ലഭിക്കും. ഒത്തിരി ചൊല്ലുമ്പോൾ ദിക്ർ ചൊല്ലി, ദിക്റിന്റെ മജ്ലിസിലൊക്കെ ബറക്കത്തുണ്ട്. ചൊല്ലുമ്പോൾ അതിന്റെ അസർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ ചൊല്ലി നിന്റെ നാവ് പച്ചയാവും, ഈമാനിക കരുത്ത് പ്രാപിക്കും. പിന്നീട് നിന്റെ വഫാത്തിന്റെ സമയത്ത്, നീ വിട പറയുന്ന സമയത്ത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് നിന്റെ നാവിൽ കൊണ്ടിട്ട് തരും. ദിക്ർ ചൊല്ലാതെ, ഖുർആനോത്തില്ലാതെ, സ്വലാത്തും ഒന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ വേണമെന്ന് ചിന്തിച്ചാൽ പറ്റൂല. ഖുർആനാണ് പറഞ്ഞത്, ഹദീസാണ് പറഞ്ഞത്. സ്വലാത്ത് ധരിപ്പിക്കണം, ദിക്ർ ചൊല്ലണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്ന് പറയാൻ ഒരു ചുരുങ്ങിയ ഭാഗം, നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിട പറച്ചിൽ അവിടത്തെ കുറിച്ച് പറഞ്ഞത്, വരവിനെ കുറിച്ച് പറഞ്ഞത്, എൻ്റെ വരവ്, എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ഹയാത്തി ഖൈറുൻ ലക്കും, ഹയാത്തി ഖൈറുൻ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങളുടെ മുന്നിൽ നന്മകൾ കാണിച്ചു തന്നുകൊണ്ടിരുന്ന ഒരു നേതാവാണ് ഞാൻ. എൻ്റെ മരണവും എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ഞാൻ ഇട്ടെറിഞ്ഞു പോയതല്ല. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ നൽകിയിട്ട് പോവുകയാണ്. മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞ് സന്തോഷിക്കും. തുഅറദു അലയ്യ അഅമാലുകും ഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ്. നിങ്ങളുടെ നന്മകളെ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളെ, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും എനിക്ക് അല്ലാഹു വെളിവാക്കി തരുമ്പോൾ ഞാൻ റബ്ബിന് ശുക്ർ ചെയ്യും, അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സുന്നത്ത്, ഒരൊറ്റ സുന്നത്ത്, മുത്തിനോടുള്ള ഒരു ഹുബ്ബ് കൊണ്ട് ഒരു സുന്നത്ത്, ഹുബ്ബുൽ ഇശ്ഖി,
പ്രവാചക പ്രേമം, അനുരാഗം ശക്തിപ്പെടുമ്പോൾ നമ്മളിലുണ്ടാകേണ്ട മാറ്റം നമ്മുടെ ജീവിതത്തിൽ, അതിനൊരു സുന്നത്ത് മാത്രം അവിടത്തോടുള്ള ഹുബ്ബ് കൊണ്ട് പറയാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ ഈ നന്മ ഉണ്ടാവട്ടെ, ഞാനത് കണ്ട് സന്തോഷിക്കും. ഏതാണ് ആ നന്മ എന്നറിയോ? നിങ്ങൾക്കൊരു ഹൈറായ ഒരു ഐശ്വര്യ ഭവനം നിങ്ങൾക്കുണ്ടാവട്ടെ. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാവട്ടെ എന്ന്, നിങ്ങൾക്കൊരു ഐശ്വര്യ ഭവനം ഉണ്ടാവട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നല്ലൊരു ബിരിയാണി നിങ്ങൾ കഴിച്ചാൽ ആ ബിരിയാണിക്ക് അതിനൊരു സുഖം ഉണ്ടാവും. 1 മണിക്കൂർ അതിന് ഒരില്ലാത്തൊരു ആനന്ദം ഉണ്ടാവും. ആ രസം അതോടെ തീരും. പിന്നെ നിങ്ങൾ ആ ബിരിയാണിയുടെ രൂപം നിങ്ങളുടെ സ്റ്റൊമക്കിലും സ്മാൾ ഇൻറ്റസ്റ്റൈനിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും ഒക്കെ പോയ രൂപങ്ങൾ, ഇപ്പോൾ അതിൽ വന്ന മാറ്റങ്ങളൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനം പുരട്ടും. പിന്നീട് നിങ്ങൾ ആ ദം ബിരിയാണി പാചകക്കാരോട് ചോദിക്ക്, ആ സമയത്ത് പൊട്ടിക്കണം, പൊട്ടിച്ച് ഉടൻ തന്നെ വിതരണം ചെയ്യണം, പെട്ടെന്ന് തന്നെ കൊടുക്കണം. അതിൻ്റെ ചൂട് മാറി പിന്നെ വെച്ചിരുന്നാൽ ആ പഴയ രുചി കിട്ടൂല. പാചകക്കാർ പറഞ്ഞു തരും. ദമ്മിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ആ ബിരിയാണിക്ക് 1 മണിക്കൂർ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ശരീരത്തിന് കിട്ടുന്നൊരു കുളിർമയുണ്ട്. 1 മണിക്കൂറാണ്. നീ ഒരു പുതിയ വസ്ത്രം ധരിച്ചാലോ, ബിരിയാണി കഴിഞ്ഞു, ഒരു പുതിയ വസ്ത്രം നീ ധരിച്ചാലോ അതിനൊരു മഞ്ച് പവർ. കൂട്ടുകാരൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്ന് പുതിയ ഡ്രസ്സാണല്ലോ ഇട്ടേക്കുന്നേ, മാഷാ അല്ലാഹ്, കൊള്ളാം കേട്ടോ, അൽഹംദുലില്ലാഹ്. അത് റാഹത്തിന് നീ 1 ദിവസമാണ് അതിൻ്റെ മാറ്റ്, അതിൻ്റെ ഒരു സൗന്ദര്യം. നീ നല്ല ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാലോ ആ ഒരു പെണ്ണിന്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സുഖം, സന്തോഷം, ഭയങ്കര ഒരു ആനന്ദം, ആ ഒരു വലിയൊരു ലഹരി, അതിനെക്കുറിച്ച് പറഞ്ഞത് സുറൂർ ഷഹർ, 1 മാസത്തിന്റെ സന്തോഷമെന്നാണ്. 1 മാസമാണ് ആ ഒരു മാറ്റ്, ഒരു ഭയങ്കര രസം നിലനിൽക്കുക. പിന്നീട് നമ്മൾ മക്കളൊക്കെ ആയി, പക്വമായ ഒരു ജീവിതമായി, ചോറും കറിയും ഭക്ഷണമൊക്കെ വെച്ച് നല്ല തർത്തീബായി, നല്ലൊരു കുടുംബിനി, നല്ലൊരു കുടുംബനാഥൻ, റാഹത്തായിട്ട് അങ്ങനെ പോവാണ്. അപ്പോഴും ആദ്യത്തെ ഒരു രസം അതൊരു മാസത്തിന്റെ രസമാണ്. പിന്നീട് നമ്മൾ ആ ഒരു പുതുമ കണ്ടെത്താൻ ഒരു ശ്രമം നടത്തുമ്പോഴും ആദ്യത്തെ മാസത്തിന്റെ രസം അത് കിട്ടൂല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പക്ഷേ നിനക്ക് ഒരു വീടുണ്ടെങ്കിലോ, ഒരു പുതിയ ഒരു വീട്, റാഹത്തായ ഒരു വീട് വയ്ക്കാനും റാഹത്തായിട്ട് പാലാച്ചാനും സന്തോഷത്തോടെ അവിടെ ദീർഘനാൾ കഴിയാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കെല്ലാം ഹൈറായ ഭവനം നൽകട്ടെ. പടച്ചവൻ, വീടില്ലാത്ത ധാരാളം പേരുണ്ട്. ഒത്തിരി വീടുകൾ തകർന്നു പോയി. അപ്പോഴും ഒരു ചെറു സന്തോഷം വരുമ്പോ അതിന്റെ ഭീമകൾക്കിടയിൽ വെളിവായ കമ്പിയിൽ ഊഞ്ഞാലാടുന്ന പൊന്നുമക്കളെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോഴും അവരുടെ പുഞ്ചിരി, അവരുടെ അൽഹംദുലില്ലാഹ്, അവരുടെ ശുക്ർ പറച്ച് പോയ വാപ്പച്ചി തിരികെ വന്നു, വാപ്പച്ചി ഷഹീദാവുമ്പോഴും അൽഹംദുലില്ലാഹ്, ആ പൊന്നാര മക്കൾ, വിട പറഞ്ഞു പോയ ആ പൊന്നാര മക്കൾ, അതിൽ ഒരു കൊച്ചു കുഞ്ഞിനോട്, പൊന്നെ നിനക്ക് മറ്റൊരു രാജ്യത്ത് പോകണ്ടേ, കാശ്മീരിന്റെ രസങ്ങൾ, ആ ഹൈ റേഞ്ച് ഏരിയകളിൽ പോയി സുന്ദരമായ അരുവികളുടെ ചാരത്തിരുന്ന് ഊഞ്ഞലാടി രുചികരമായ ബിരിയാണി കഴിച്ച് ഭക്ഷണം കഴിച്ച് ഒന്ന് കഴിയാൻ കൊതിയില്ല പൊന്നുമോനെ, പൊന്നുമോളെ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്. ആ കൊച്ചുകുട്ടി വിളിച്ചു പറഞ്ഞത്, വേണ്ട, എനിക്ക് ആ സന്തോഷം വേണ്ട, എനിക്ക് എൻ്റെ നാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണം. എൻ്റെ ഖുദ്സിന്റെ മോചകരായി, ഈ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഇവിടെ അതിന്റെ കാവൽക്കാരായിട്ട് എനിക്ക് നിലകൊള്ളണം എന്ന് വിളിച്ചു പറയുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന ഒരു സന്തോഷം അവരുടെ ഉള്ളിലുണ്ട്. ദുഃഖത്തിലും അവരെല്ലാം മറന്ന് റബ്ബിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന റബ്ബിന്റെ വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. ആ ഒരു സന്തോഷം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു നിലനിൽപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട് അവർക്ക്. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമ്പോഴും ഒത്തിരി ശുക്ർ പറഞ്ഞ് അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് തന്നെ ഓർക്കാം, നമുക്ക് നല്ലൊരു വീട് വേണം, നമുക്ക് എല്ലാവർക്കും ഭവനം വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രയോ നാളായില്ലേ വാടക വീട്ടിലൊക്കെ നമ്മൾ കഴിയുന്നു, ഒത്തിരി പൈസ കൊടുത്തിട്ടല്ലേ നമുക്കൊരു സ്വന്തം ഭവനം വേണ്ടേ. ഇന്നത്തെ ന്യൂജൻ ചർച്ചകളിൽ എന്തിനാണ് പോകുമ്പോൾ നീ നിന്റെ കുഞ്ഞുമ്മയ്ക്ക്, നിന്റെ കുഞ്ഞമ്മയ്ക്ക്, നിന്റെ കൊച്ചാപ്പാക്ക്, നിന്റെ മറ്റുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് വേണം വീടെന്തിനാണ് നമുക്ക് വെക്കണേന്ന്.
സ്വന്തം കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അവൻ്റെ മക്കളും അവൻ്റെ വൈഫും റാഹത്തായിട്ടൊരു വീട്ടിൽ കിടന്നിട്ട് ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് നിനക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമ്പോ ആ ഭവനത്തിന്റെ സന്തോഷം മിസ്ല സവാബ് നിന്റെ ഖബറിലെത്തും എന്നുള്ളൊരു സന്തോഷമോ ഒരു ചിന്തയോ ഒരു ഇൽമോ ഒരു വിവരമോ ഇല്ലാണ്ട് വാടക വീട് മാറി മാറി ഇഷ്ടമുള്ള വീട് ഇങ്ങനെ കുറെ നാൾ ജീവിക്കാം. അതാണ് ഇപ്പൊ പുതിയ കൺസെപ്റ്റ്. സ്വന്തമായിട്ട് വീട് വേണ്ട, ആ ശൈലിയല്ല വേണ്ടത്. വേണമെന്ന് പറഞ്ഞത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തമായൊരു ഭവനം വേണം, അതൊരു ഐശ്വര്യ ഭവനവുമാണ്. ആ വീട്ടിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? 1 മണിക്കൂറാണോ സന്തോഷം? 1 ദിവസമാണോ സന്തോഷം? നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിന്റെ 1 മാസമാണോ സന്തോഷം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ മരിച്ചു പിരിയുമ്പഴേ സന്തോഷം. സ്വന്തം ഭവനത്തെ കുറിച്ച് പറഞ്ഞത്. നീ വരുമ്പോഴും പോകുമ്പോഴും ചോദിക്ക്, ഓരോരുത്തരും നിങ്ങളുടെ അനുഭവം പറയും. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തിരികെ നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നെന്ന് കയറുന്നൊരു നിമിഷം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ, എന്തോ ഒരു സന്തോഷമാണ് സ്വന്തം ഭവനത്തിൽ. പക്ഷേ ആ ഭവനം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മുത്തിനോട് ഹുബ്ബുൽ ഇശ്ഖി, വല്ലാത്ത പ്രേമമുള്ള മുഅ്മിനെ, ആ വീട് ഐശ്വര്യ ഭവനമാകട്ടെ. അതിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നു ചില സുന്നത്തുകൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമശ്ശുഉമു ഫീ സലാസ, 3 കാര്യത്തിൽ ശകുനമുണ്ട് മുഅ്മിനീങ്ങളെ. ദുശകുനം മോശമാണ്, വിപത്താണ്. 3 കാര്യങ്ങളിൽ ബറക്കത്ത് കേടുണ്ട്, അതിൽ തന്നെ ബറക്കത്തുമുണ്ട്. ഒന്ന് ഫിൽ ഫറസ്, നീ ചേർത്തു പിടിച്ചുകൊണ്ട് നടന്ന നിന്റെ വാഹനത്തിൽ ബറക്കത്ത് കേടുണ്ട്. വൽ മർആ വദ്ദാർ, നിന്റെ പെണ്ണിലും ശകുനമുണ്ട്, നിന്റെ വാഹനത്തിൽ ശകുനമുണ്ട്. വദ്ദാർ, നിന്റെ വീട്ടിൽ ശകുനമുണ്ട്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു ശൈഖാനി, ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്, മഹത്വമേറിയ ഹദീസ്, ശൈഖാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അനുഗ്രഹീത ഹദീസ്. ധാരാളം സിഹാഹുസ്തയിൽ ധാരാളം ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വന്നിട്ടുണ്ട്. ഒരൊറ്റ വാക്കങ്ങ് പറയാം, നമുക്ക് ലഭിച്ച ഒരു വാഹനത്തിൽ ബറക്കത്തുണ്ട്. ചില വാഹനങ്ങൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യപൂർണമായിരിക്കും, അല്ലേ? എപ്പോഴും നല്ലപോലെ കഴുകി കുട്ടപ്പനാക്കിയിട്ട് ജീവിതത്തിൽ അവൻ്റെ എല്ലാ മുന്നേറ്റങ്ങളിലും ആ വാഹനം, ആ വണ്ടി ഉണ്ടാവും കൂടെ. ആ പ്രിയപ്പെട്ട വണ്ടി, ആ വാഹനം എപ്പോഴും അവനോടൊപ്പം ഉണ്ട്. കഥ പറയും ആ വാഹനത്തിൻ്റെ, അവർ ഒത്തിരി മണിക്കൂർ ആ വാഹനത്തിൻ്റെ കഥ പറയും. ചോദിച്ചു നോക്കണം, ഇത് രസമാണത് കേൾക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ചില വാഹനങ്ങൾ എപ്പോഴും തട്ടും മുട്ടും പ്രയാസമാണ്. അയാൾക്കൊരു ലംബോർഗിനി എടുക്കാനുള്ള പൈസ ഇതിനകത്ത് തന്നെ അയാൾ ചിലവാക്കിയിട്ടുണ്ടാവും. എന്നാൽ ആ വാഹനം കളയില്ല, കൊണ്ടു നടക്കും. ആ വാഹനത്തിൽ നെഹസുണ്ട്, ശകുനമുണ്ട്, ഒഴിവാക്കണം. സാമ്പത്തിക നഷ്ടമുണ്ട്, അസ്വസ്ഥതകളുണ്ട്, മാനസിക ടെൻഷനുകൾ അതിലുണ്ട്. ഒരു പെണ്ണ് വലിയ പ്രതീക്ഷയോടെയാണ് അവൾ വിവാഹം ചെയ്തു കൊണ്ടുവന്നത്. അവളുടെ മോശത്തരം കാരണം എത്രയോ ചെറുപ്പക്കാരുടെ ജീവിതം അവതാളത്തിലായി. കുത്തുപാളയെടുത്ത് ഇബാദത്തൊക്കെ നഷ്ടപ്പെട്ട് അവളോടൊപ്പം മോഡലായിട്ട് രംഗത്തിറങ്ങി. അല്ലാഹു പടച്ചവൻ, ഒരു നാക്കുമൊക്കും ഇല്ലാത്തൊരവസ്ഥയിലേക്കായ എത്രയോ ചെറുപ്പക്കാരൻ. നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, മോശക്കാരനായിരുന്നു. വന്ന പെണ്ണ്, പടച്ചവനെ, വന്ന പെണ്ണൊരു നല്ല ഒരു പെണ്ണാണ്, ഒരു നല്ല കുടുംബത്തിൽ പിറന്നൊരു പെണ്ണാണ്, ഐശ്വര്യമുള്ള ഒരു പെണ്ണാണ്, ബറക്കത്തുടെ ഒരു പെണ്ണാണ്. അവൾ ഒരു തിന്മയ്ക്കും ഈ ഭർത്താവിനെ അനുവദിക്കൂല. തഖ്വയിലായി ആ പൊന്നമോൻ 5 വഖത്ത് ഇബാദത്തിന് പള്ളിയിൽ വരുന്ന ഭർത്താവായി, നല്ല സ്നേഹമുള്ള ആളായി, സ്നേഹസമ്പന്നനായി. എല്ലാവരും പറഞ്ഞ് കല്യാണത്തോട് അവൻ ആളൊന്ന് മാറിയല്ലോ. പടച്ചവൻ എന്തു റാഹത്ത, അവള് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നാട്ടുകാർ മൊത്തം ദുആ ചെയ്ത് അവൾക്ക് വേണ്ടി. കാരണം അവള് നല്ലൊരു പെണ്ണാണ്, വന്നു കയറിയവനെ നന്നാക്കിയെടുത്ത പെണ്ണാണ്. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, നിന്റെ വീട്ടിന്റെ കാര്യവും നീ ഒന്ന് ചിന്തിക്കണേ. നിന്റെ വീടിന്റെ കാര്യത്തിലും ശകുനമുണ്ട്. അവിടെ നെഹസ് വരും, അവിടെ പ്രശ്നം വരും, അവിടെ ഇടങ്ങേറുകൾ വരും. ആ വീട്ടിൽ തന്നെ ബറക്കത്തുമുണ്ട്. വീട് പണിയൊക്കെ പൂർത്തിയായി, പാലുകാച്ചി കയറി, തട്ടുമുട്ടും പ്രശ്നങ്ങളാണ് എപ്പോഴും. എന്താണ് ആ വീട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം? പറയട്ടെ, ഏറ്റവും വലിയ പ്രശ്നം അതൊന്ന് പരിഹരിച്ചാൽ
മുത്തുനബി തങ്ങളോടുള്ള അടങ്ങാത്ത പ്രേമമുണ്ടെങ്കിൽ ഈ സുന്നത്തുകൾ നിന്റെ ആ വീട്ടിൽ വന്നാൽ വീട് ഐശ്വര്യ ഭവനമായി മാറും. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാഹനത്തിന്റെ കാര്യം പറഞ്ഞു. ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കുക തന്നെ വേണം. അങ്ങനെയുള്ള പെണ്ണിനെ കുറിച്ച് പറഞ്ഞു, അതിൽ മെച്ചപ്പെടുത്തി സതുപദേശങ്ങൾ കൊണ്ട് നന്നാകുമെങ്കിൽ അതേറ്റവും ഹൈറാണ്. അല്ലെങ്കിലോ പിന്നെ സ്റ്റൗ പൊട്ടിത്തെറിക്കും, പലതും പൊട്ടിത്തെറിച്ചു എന്ന് നിൽക്കും. നിങ്ങൾക്ക് ഹൈറായ നിലയ്ക്ക് രണ്ടുപേരും രണ്ട് കുടുംബത്തിൽ ഹൈറായ നിലയ്ക്ക് ഒരു പുതിയ വിവാഹത്തിലൂടെ അവർ പോകട്ടെ. എന്തിനാണ് അങ്ങനെ പ്രശ്നങ്ങൾ? ഹൈറാണെങ്കിൽ എത്രയോ നാൾ സന്തോഷത്തോടെ പോകട്ടെ. കോംപ്രമൈസിന്റെ ചർച്ചകളിലൂടെ, മസ്ലഹത്തിന്റെ ചർച്ചകളിലൂടെ മുത്തവല്ലിമാരിടപെട്ട്, ഇമാമിങ്ങൾ ഇടപെട്ട്, കുടുംബത്തിലെ നല്ല ബോധമുള്ള കാരണവന്മാരിടപെട്ടിട്ട് ഐക്യത്തിലാക്കി കൊണ്ടുപോകട്ടെ നിന്റെ വീട്ടിന്റെ കാര്യം. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് ഹൈറായ ഒരു വീട് വേണമെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് നീ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങാൻ നമുക്ക് ആ ഭവനം ഒരു ഐശ്വര്യ ഭവനമാകാൻ നീ ആ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലുള്ള ആളുകളോടൊക്കെ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിദ്ദുൻ നിങ്ങളോട് ഉണർത്തിയില്ലേ? ബാക്കി ഭാഗം പറയാമെന്ന് പറഞ്ഞു. അതിനൊരു അവസരമാണിപ്പോൾ. ഒന്നാമത്തെ കാര്യമാണ് മുഅ്മിനോടുള്ള ബാധ്യതയിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം, പരക്കണം. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, പുഞ്ചിരിച്ചുകൊണ്ട് സലാം ഇങ്ങനെ വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയണം, സലാം വ്യാപിപ്പിക്കണം. കുടുംബത്തിലുള്ള അഹ്ലു ബൈത്തിനോട്, ആ വീട്ടിന്റെ അഹ്ലുകാരോട് നീ സലാം വ്യാപിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ, فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله تحية من عند الله مباركة طيبة. പരിശുദ്ധ ഖുർആൻ. നീ ആ വീട്ടിലുള്ളവരോട് പരസ്പരം സലാം പറയണം. അതൊരു പ്രാർത്ഥനയാണ്, വെറും വാക്കല്ല, ഒരു പ്രാർത്ഥനയാണ്. നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. പിശാച് ആ വീട്ടിൽ നിന്ന്, ദുർബോധനക്കാരായ വഴികെട്ടവർ, പിശാച്, മോശക്കാർ അവിടെ നിന്ന് ഒഴുകി മാറിപ്പോകും. ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിറങ്ങും. പ്രാർത്ഥനയാണ്. ആർക്കും ആരോടും എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും, ഒന്ന് കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും, നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ, രക്ഷയുണ്ടാകട്ടെ എന്നൊരു ദുആ. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം പറയണം, മക്കൾ പരസ്പരം പറയണം. സ്കൂളിൽ പോകാൻ നേരത്ത് എത്ര വീടുണ്ട്, സ്കൂളിൽ പോകാൻ നേരത്ത് ഒരുക്കി കൊടുത്ത് റാഹത്താക്കി ഡ്രസ്സ് ഇടിപ്പിച്ച് രാവിലെ തുടങ്ങാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ. അതിനിടയിൽ പെണ്ണുമ്പിള്ളെ വിളിച്ചാൽ കിട്ടൂല, പെണ്ണുമ്പിള്ള ഇങ്ങ് വാന്ന് പറഞ്ഞാൽ കിട്ടൂല, എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ അവിടെ ഓടുകയാണ് കിടക്കും. പടച്ചോനെ ടൈലും കാണും, വെർട്ടിഫൈഡ് ടൈലാണ്, ഡബിൾ ഗ്ലോസിയാണ്, ഒരു തുള്ളി വെള്ളം കിടന്നാൽ എണ്ണി ഇറയത്തെത്തും. ആ പരുവത്തിനുള്ള ഓട്ടമാണ് പാവം. ഓടി ഒരു ടൈം വരെ ഓട്ടം, അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ കഴിഞ്ഞു. അപ്പോഴാ ചെറുക്കൻ, നിന്റെ മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും ഉമ്മച്ചി പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടോ? എല്ലാം ബാഗും എടുത്ത് ചാപ്പാടും എടുത്ത് ഉമ്മയൊരു മുത്തം കൊടുക്കണം, വാപ്പച്ചിക്ക് ഒരു മുത്തം കൊടുക്കണം. അസ്സലാമു അലൈക്കും എന്നും സലാം പറഞ്ഞിട്ട് വെളിയിലേക്ക് പോകണം. തിരികെ വരുമ്പോ സലാം പറയണം. എത്ര വീടുണ്ട് ആ ശീലമുള്ളത്? ഒരു ഭർത്താവ് ഭാര്യയോട് സലാം പറയുക, അത് പറ. എല്ലാം ഈഗോ പെട്ടു. എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ തന്നെ അപ്പൊ ഈഗോ ഷൂട്ട് ചെയ്ത് കയറും. അതാണ് ചില ഭർത്താക്കന്മാർ. അടിമയാണ് ഭാര്യമാർ. അങ്ങനെ ആവരുത്. വല്ലാത്തൊരു പാർട്ട്ണറാണ് അല്ലാഹു നമുക്ക് തന്നെ, വല്ലാത്തൊരു സ്നേഹ പെണ്ണാണ്, ഒരു കൂട്ടുകാരിയാണ്. അവളോട് അസ്സലാമു അലൈക്കും പറയാം. പോകുമ്പോൾ ഒരു മുത്തം കൊടുത്തിട്ട് പോകണം. നീ ഖുബലത്തുൽ മവദ്ദ, ഖുബലത്തുർ റഹ്മ, ഖുബലത്തുൽ ശഫഖ. ഓരോ ചുംബനത്തിന് ഓരോ രീതിയുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. സുന്നത്തായ തലങ്ങൾ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ലിപ് ലോക്ക് ഇന്നത്തെ ന്യൂജനം മുഴുവനും അറിയാം, ഫ്രഞ്ച് കിസ്സും അറിയാം, ലിപ് ലോക്കും അറിയാം, സർവനാശം അറിയാം. പക്ഷെ സുന്നത്തായ ചുംബനങ്ങളുണ്ട്. മക്കൾക്ക് ഇവിടെ കൊടുക്കണം, ഭാര്യയ്ക്ക് ഇവിടെ കൊടുക്കണം. സുന്നത്തായ ഒരു ചുംബനം കൊടുത്ത് അസ്സലാമു അലൈക്കും ഒന്ന് പറഞ്ഞിറങ്ങാൻ നമുക്ക് നാണക്കേടാണ്. ഈഗോ പറ്റുന്നില്ല, നാം ചമ്മിപ്പോയി അല്ലേ. ഒരു വല്ലാത്തൊരു ചമ്മലാണ്. ഭർത്താവൊക്കെ ഇങ്ങനെ വയസ്സൊക്കെ ആയില്ലേ. ആ സ്നേഹം എപ്പോഴും വേണം. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അനുഗ്രഹീത ഭവനം നിനക്ക് ലഭിക്കാൻ ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് സലാം പരത്ത്. നിന്റെ വീട്ടിൽ അഹിലുകാരോട്, അഹിലു ബൈത്തിനോട്, വീട്ടിലുള്ളവരോട്, ഭാര്യയോട്, മക്കളോട് സലാം ധരിപ്പിക്കുക. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും സലാം പതിവാക്കാൻ പറഞ്ഞ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരൊറ്റ പറച്ചിലിൽ ആ വീട്ടിൽ അല്ലാഹു ഐശ്വര്യം കൊണ്ടിറക്കും. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിൽ ആരുമില്ല, നിന്റെ വീട്ടിൽ നിങ്ങൾ തുറക്കുന്ന സമയത്ത് അവിടെ ആരുമില്ലെങ്കിലും നീ സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وقال الإمام النبوي رحمه الله ويستحب إذا دخل بيته أن يسلم وإن لم يكن فيه أحد. നിന്റെ വീട്ടിൽ ആരുമില്ലെങ്കിലും നീ താക്കോല് മിഫ്താങ്ങനെ തുറന്നിട്ട് അങ്ങോട്ട് കയറുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ചിലപ്പോൾ അവിടെയൊക്കെ ഇരിപ്പുണ്ടാവും, റഹ്മത്തിന്റെ മലക്കളുണ്ടാവും, മുഅ്മിനീങ്ങളായ ജിന്നുകളൊക്കെ കസേരയിൽ ഇരിപ്പുണ്ടാവും. നമ്മൾ തുറമ്പോൾ കസേര മാത്രം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, എൻ്റെ പൊന്നല്ലോ എന്ന് പറയും, ഇറങ്ങി ഓടണ്ട. തുറക്കുമ്പോൾ ഒരു അസ്സലാമു അലൈക്കും പറയണം. അവർ സലാം മടക്കിയിട്ട് അവിടെ നിന്ന് മാറി റാഹത്തായിട്ട് വലതുകാലം വെച്ച് വീട്ടിൽ കയറാൻ പറ്റണം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐശ്വര്യ ഭവനത്തിന് വേണ്ടി പറഞ്ഞു തരുന്നു. ആരും ഇല്ലാത്ത വീട്ടിൽ കയറുമ്പോൾ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞ ഭവനത്തിലേക്ക് കയറണം. وكذا إذا دخل مسجدا أو بيتا لغيره ليس فيه أحد. പള്ളിയിലേക്ക് കയറുമ്പോഴും സലാം പറഞ്ഞിട്ട് കയറണം. اللهم اغفر لي ذنوبي وافتح لي أبواب رحمتك. വലതുകാലം വെച്ച് കയറണം. ഇറങ്ങുമ്പോൾ اللهم اغفر لي ذنوبي وافتح لي أبواب فضلك. ഇടതുകാലം വെച്ച് ഇറങ്ങണം. പള്ളി കയറുമ്പോഴും സലാം പറഞ്ഞിട്ട് കയറണം. ആരും ഇല്ലാത്ത പള്ളിയാണെങ്കിലും ഉള്ളപ്പോൾ തന്നെ ഒരാൾ വിട്ടിരുന്നാൽ മതി അസ്സലാമു അലൈക്കും. എത്രയോ സലാം സ്ഥിരമായി കേൾക്കുന്ന പള്ളിയാണ് അൽഹംദുലില്ലാഹ് ഈ അനുഗ്രഹീത പള്ളി. ഒത്തിരി സലാം വരുമ്പോഴും പോകുമ്പോഴും കാണുമ്പോഴും പള്ളിയിലേക്ക് വന്നിട്ട് ഓരോ ഇക്കമാർ സലാം പറയും, എല്ലാവരും സലാം പറയും. പരത്തുന്ന സലാം ധാരാളം അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാഹ് പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഒരു സലാം. അതാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലെ ബറക്കത്ത്. അള്ളാഹു നിലനിർത്തി നൽകുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെന്ന് കയറുമ്പോഴും സലാം പറയണം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നിങ്ങൾ ആരുമില്ലാത്ത സ്ഥലത്ത് കയറുമ്പോൾ സലാം പറയേണ്ട രൂപം. ഇൻഷാ അല്ലാഹ് ഒരു അനുഗ്രഹീത ഭവനത്തിന് വേണ്ടി ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അവിടെ ഉണർത്തിയത് വരുന്ന ജുമയിൽ അള്ളാഹു ഇതുകൊണ്ടും ഉണർത്താം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഉമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്ക് രോഗചികിത്സയ്ക്ക് വേണ്ടി ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്ന അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. മരണപ്പെട്ട മാമിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 101 രൂപ സംഭാവന, മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ ഷാഹിന ഷാജുദ്ദീൻ AS കോട്ടേജ് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ശംസുദ്ദീനും ലൈലാക്കും ദുആ ചെയ്യാൻ 500 രൂപ സംഭാവന. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അവരുടെ കുടുംബത്തിലെല്ലാം ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കണേ റഹ്മാനെ. തഖ്വ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ബറക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളിലെ ശർറ് തട്ടി മാറ്റണേ അല്ലാഹ്. കെടുമരണങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാവലാക്കി തരണേ അല്ലാഹ്. രോഗങ്ങളില്ലാത്ത വീടാക്കി തരണേ അല്ലാഹ്. ഐശ്വര്യ ഭവനമാക്കണേ അല്ലാഹ്. സമ്പത്ത് വന്നാൽ നിലനിൽക്കുന്ന വീടാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ മലക്കുകൾ വരുന്ന വീടാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പൈശാചിക ദുർബോധനക്കാരായ പിശാചുക്കളിൽ നിന്ന്, ശൈത്വാൻകളിൽ നിന്ന്, ശർറുകളിൽ നിന്ന് കാവല് കിട്ടിയ ഭവനമാക്കണേ അല്ലാഹ്. നിന്റെ ഹഫളത്തിന്റെ മലായികത്തുകളെ വിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് കാവലേർപ്പെടുത്തി തരണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. ആ നാട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
അല്ലാ, അതിനു വേണ്ടി സംസാരിക്കുന്നവരെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ വഖഫ് സ്വത്തുകൾ, പള്ളി, ഞങ്ങളുടെ പരിശുദ്ധമായ നിന്റെ ദീനിന്റെ ശിആറുകൾ മുഴുവനെയും സംരക്ഷിക്കണേ റബ്ബേ. അതിനെതിരെയുള്ള മുഴുവൻ ദുഷ്ടശക്തികളെ നീ ഒതുക്കണേ അല്ലാ. മുഴുവൻ സയനിസ്റ്റ് ശത്രുക്കളെ നീ മൂലയിലിരുത്തണേ അല്ലാ. ആ വിപത്തുകളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ, തഖ്വയുള്ളവരാക്കി ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മുഅ്മിനാക്കി താ അല്ലാ. ഞങ്ങളെ മുഖ്ലിസീങ്ങളാക്കി താ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുത്തിനോട് വല്ലാത്ത പ്രേമമുള്ള ഹുബ്ബുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവരാക്കി താ അല്ലാ. ഈ പള്ളിയിൽ സ്വതക്കകൾ, സംഭാവനകൾ നൽകിയോ മഹല്ലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ അമലുകളിലും സമയം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചേർന്ന എല്ലാവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാ. സമ്പത്തില്ലാതെ അതിലേക്ക് ബന്ധപ്പെടാൻ പറ്റാത്തവരുണ്ട്, അവർക്ക് നീ സമ്പത്ത് നൽകണേ അല്ലാ. നീയത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം ഖൈർ നൽകണേ അല്ലാ. ഇന്ന് സ്വതക്ക നൽകിയവരെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ബക്കറ്റ് പാവപ്പെട്ട പ്രിയപ്പെട്ടവരെ സഹായിക്കാനാണ്, സാധുക്കളെ സഹായിക്കാനാണ്. അതിലേക്ക് സ്വതക്ക നൽകുന്നവരെ നീ കബൂലാക്കണേ അല്ലാ. അവർക്കെല്ലാം ഇരട്ടിക്കിരട്ടിയായി സമ്പത്ത് നൽകണമല്ല, ആരോഗ്യം നൽകണേ പടച്ചവനെ. ഈ നൽകിയവർക്കെല്ലാം ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നൽകിയതിലെല്ലാം ബറക്കത്ത് നൽകണേ റഹ്മാനെ. മിഥ്ല തവാബ് ജാരിയായ സ്വതക്കയാക്കി അവരുടെ പ്രിയപ്പെട്ടവരുടെ മണ്ണറയിലേക്ക് എത്തിക്കണം റഹ്മാനെ. മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ, മർഹമത്ത് കൊടുക്കണം റഹ്മാനെ, ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. നിന്റെ തൃപ്തിയുടെ നോട്ടം ആ ഖബറുകളിലേക്ക് നീ നോക്കണേ പടച്ചവനെ. ഈ അടുത്ത ദിവസങ്ങളിൽ, ആഴ്ചകളിലൊക്കെ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളിവിടെ മയ്യത്ത് നിസ്കരിക്കുന്നവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട ഫലസ്തീൻ ശുഹദാക്കളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാനിക കരുത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ റബ്ബേ, ഈ സമ്പത്ത് അവർക്ക് നല്ലതുപോലെ ഖൈറായി അവരുടെ ജീവിതത്തിൽ രോഗശമനമാക്കണേ അല്ലാ. റിസ്ഖിൽ വിശാലതയാക്കണേ അല്ലാ. ആരോഗ്യമാക്കണേ റഹ്മാനെ. നിഅമത്തുകൾ വാസിയാക്കി കൊടുക്കണേ റഹ്മാനെ. ശർറുകളിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ അവർക്കെല്ലാം നൽകണം അല്ലാ. അവിടുന്ന് കാവൽ തേടിയ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ എല്ലാം നീ സലാമത്താക്കി തരണം റഹ്മാനെ. ബിഹഖ്ഖി നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.